നിലവിലെ ഭൂനിയമ ചട്ട ഭേദഗതി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമിയിലുള്ള അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ചട്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുക എന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് പറഞ്ഞു. ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട്ടിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭ അംഗീകരിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്ന ചട്ടങ്ങളാണ് നിലവിൽ വരുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭൂമിയിലുള്ള അവകാശത്തെ ഗുരുതരമായി ബാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട ചട്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുക എന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് പറഞ്ഞു. 2023 ഭൂനിയമ ഭേദഗതിയും ചട്ടങ്ങളിലെ അപാകതയും പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് യൂണിറ്റിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതറ്റം വരെയും ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം, ഞങ്ങൾ ഒറ്റയ്ക്ക് സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനയല്ല. ഞങ്ങളുടെ കാണപ്പെട്ട യജമാനന്മാർ എന്ന് പറയുന്നത് സംശയരഹിതമായി ഞങ്ങളുടെ ഉപഭോക്താക്കളാണ്. അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, അവർക്ക് ക്രയോക്രയശേഷി ഉണ്ടെങ്കിൽ മാത്രമേ വ്യാപാരം നിലനിൽക്കുകയുള്ളൂ. ഈ വന്നിരിക്കുന്ന നിയമം ഗുരുതരമായി ഇടുക്കി ജില്ലയിലെ സാധാരണക്കാർ, ഇടുക്കി ജില്ലയിലെ മാത്രം എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ടും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കാരനായതുകൊണ്ടും അങ്ങനെ പറയാമോ. നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും കേരള സംസ്ഥാനത്തെ 1960 വന്ന ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം അതിന് പിന്നീട് ഉണ്ടാക്കിയ 12 ചട്ടങ്ങൾ വിവിധ രൂപത്തിൽ സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധമായ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക, പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം 18-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് യൂണിറ്റിൽ കൺവെൻഷൻ നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് VS ബിജുവിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി വിഷയാവതരണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സജി കോട്ടയ്ക്കൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡയസ് പുല്ലൻ, ജില്ലാ ഓർഗനൈസർ CB കൊച്ചുവളാട്ട്, മതസൗഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളായ ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ, നിസാർ വാഖവി, PV ബേബി, VC ജോൺസൺ, പ്രതീഷ് CS, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ, വനിതാ വിംഗ് ഭാരവാഹികൾ, യൂത്ത് വിംഗ് ഭാരവാഹികൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.